കോയിൻഡ് നെയിംസ് അല്ലെങ്കിൽ ഫാൻസിഫുൾ നെയിംസ് നമുക്ക് നല്ല ട്രേഡ് മാർക്കുകളായിട്ട് എടുക്കാവുന്ന പേരുകളാണ്. കോയിൻഡ് നെയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു സിംഗിൾ വേർഡ് ഓൾറെഡി എക്സിസ്റ്റിംഗ് വേർഡിൽ നിന്നോ അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ എക്സിസ്റ്റിംഗ് കോമൺ വേർഡ്സിൽ നിന്ന് നമ്മൾ ജോയിൻ ചെയ്തോ മറ്റോ ഒക്കെ കോയിൻ ചെയ്തെടുക്കുന്ന പേരുകളാണ് കോയിൻഡ് അല്ലെങ്കിൽ ഫാൻസിഫുൾ വേർഡ്സ് എന്നൊക്കെ പറയുന്നത്. ഈ കോയിൻഡ് നെയിംസ് നമ്മളായിട്ട് ഒന്നോ അതിലധികമോ വേർഡ്സിൽ നിന്ന് അറിയപ്പെടുന്ന വേർഡ്സ് ആവാം, കോമൺ പദങ്ങളാവാം, ലാംഗ്വേജിലുള്ള പദങ്ങളാവാം, ഇത്തരം പദങ്ങളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന പദങ്ങളായതുകൊണ്ട് അത് നല്ല ട്രേഡ് മാർക്കുകളാണ്. അപ്പം ഈ കോയിൻഡ് നെയിംസ് എന്തൊക്കെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെരിസോൺ എന്ന് പറയുന്ന ടെലികമ്മ്യൂണിക്കേഷൻ ബ്രാൻഡ് ഒരു കോയിൻഡ് നെയിമാണെന്ന് പറയുന്നുണ്ട്. ദിസ് ഈസ് എ ബ്ലെൻഡ് ഫ്രം വേർഡ്സ് വെരിറ്റാസ് വിച്ച് ഇസ് എ ലാറ്റിൻ വേർഡ് മീനിങ് ട്രൂത്ത് ആൻഡ് ഹൊറിസോൺ. അതായത് വെരിറ്റാസ്, ഹൊറിസോൺ എന്നീ പദങ്ങളിൽ നിന്നും കോയിൻ ചെയ്തെടുത്ത പദമാണ് വെരിസോൺ എന്ന് പറയുന്ന ബ്രാൻഡ്. അതുപോലെ മറ്റൊരു ബ്രാൻഡ് നമ്മുടെ മ്യൂസിക് സ്ട്രീമിംഗ് ബ്രാൻഡായിട്ടുള്ള സ്പോട്ടിഫൈ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്പോട്ട് ആൻഡ് ഐഡൻറ്റിഫൈ. ഈ രണ്ട് പദങ്ങളിൽ നിന്നും യോജിപ്പിച്ചിട്ടാണ് സ്പോട്ടിഫൈ എന്ന് പറയുന്ന ട്രേഡ് മാർക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു കോയിൻഡ് നെയിമാണ്. അതുപോലെ ഇൻഡൽ എന്ന് പറയുന്ന ടെക്നോളജി ബ്രാൻഡ് എടുത്തിരിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ, അല്ലെങ്കിൽ ആ ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ആ ഒരു പദങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്ത് ഇൻഡൽ എന്ന് പറയുന്ന പദം ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. റെഡിറ്റ് എന്ന് പറയുന്ന ടെക്നോളജി ബ്രാൻഡ് എടുത്തിരിക്കുന്നത് റീഡിറ്റ് അല്ലെങ്കിൽ റെഡിറ്റ് READIT റീഡിറ്റ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് റെഡിറ്റ് ഡെവലപ്പ് ചെയ്തത്. REDDIT എന്ന് പറയുന്ന ടെക്നോളജി ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പദങ്ങൾ വളരെ പ്രധാനപ്പെട്ട ട്രേഡ് മാർക്കുകളാണ്, നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഇത്തരത്തിൽ ഒന്നോ അതിലധികമോ പദങ്ങളിൽ നിന്നും വേർഡ്സിൽ നിന്നും നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പദങ്ങളായതുകൊണ്ട് അതിനൊരു പ്രത്യേക മീനിങ്ങോ ഡയറക്റ്റ്ലി അതിനൊരു പ്രത്യേക മീനിങ് ഉണ്ടാവില്ല. അത് ഉരുത്തിരിഞ്ഞ് വരുന്ന അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണെന്ന് വെച്ചാൽ ആ പദത്തിന് മീനിങ് ഉണ്ടാവുമെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ പദങ്ങളിൽ നിന്നും മീനിങ് ആയിട്ടുള്ള പദങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഇത്തരത്തിലുള്ള വേർഡ്സിന് മീനിങ് ഇല്ലാത്തതുകൊണ്ട്, ഒരു ലാംഗ്വേജ് ബേസ്ഡ് വേർഡ് അല്ലാത്തതുകൊണ്ട് അതിന് പെട്ടെന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനും എളുപ്പമാണ്. അത്തരത്തിലുള്ള പദങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ബ്രാൻഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു ബ്രാൻഡ് നെയിം നമുക്ക് അറിയാവുന്ന ബ്രാൻഡ് നെയിമാണ് നിവ്യ. നിവ്യ എന്ന് പറയുന്ന ബ്രാൻഡ് ഏത് പദത്തിൽ നിന്ന് അല്ലെങ്കിൽ എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങളുടെ സജഷൻസ് താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്.